ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓട്ടോ ഡ്രിഫ്റ്റ് 360 കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു കൺഫ്യൂഷനിലാണ് ബ്രോ, അല്ലെങ്കിൽ ഗൈസ്. എന്താ സംഭവിച്ചാലേ, നമ്മുടെ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് കുറച്ച് ദിവസമായി, ഒരു 4 വീക്സൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വണ്ടിക്ക് PPF ചെയ്യണോ? PPF ചെയ്യേണ്ട അത്യാവശ്യമുണ്ടോ? അതല്ലെങ്കിൽ ഈ ഗ്രാഫൈൻ, സെറാമിക്, ബോറോഫിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോട്ടിങ്, ഇപ്പം പിന്നെ അയോണിക് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കോട്ടിങ്സ് ഉണ്ട്. ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒന്ന് കമൻറ്റ് ചെയ്യൂ. എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. PPF ചെയ്യാൻ എന്തായാലും ബഡ്ജറ്റില്ല. PPF ഏകദേശം ചോദിക്കുന്നത് 1,00,000 രൂപയുടെ അടുത്താണ്. ഓൾമോസ്റ്റ് ഫുൾ ബോഡി PPF ഒക്കെ ചെയ്യാൻ ഏകദേശം ഒരു 65,000 മുതൽ 1,00,000 വരെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ PPF ഇത്രയും ചെറിയ വണ്ടിക്ക് ചെയ്തിട്ട് ലാഭമാണോ, അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കണതാണോ ബെറ്റർ? എന്താ നിങ്ങളുടെ സജഷൻ? എത്ര രൂപയ്ക്ക് ഗ്രാഫൻ കോട്ടിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ പറഞ്ഞ ഈ കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കാര്യം? എന്തൊക്കെയാണ് അതിന് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ഇൻ കേരള അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലേസ് ഇൻ കോഴിക്കോട് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ അങ്ങനെയാണെങ്കിൽ അവിടെ പോയിട്ടൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.